ജനീവയിൽ ടെഹ്റാനിലെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട US-ഇറാൻ ചർച്ചകളുടെ രണ്ടാം റൗണ്ട് ഫെബ്രുവരി 17 അവസാനിച്ചിരുന്നു. പിന്നാലെ ഹോർമൂസ് കടലിടുക്കിന്റെ ചില ഭാഗങ്ങൾ സൈനിക അഭ്യാസത്തിനായി കുറച്ചു മണിക്കൂറുകൾക്ക് അടച്ചിടുമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 1980-കൾക്ക് ശേഷം ആദ്യമായാണ് ഇറാൻ ഹോർമൂസ് അടച്ചിടുന്നത്. ചർച്ചകൾ നടക്കുന്ന അതേ സമയത്ത് തന്നെ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ സൈനികാഭ്യാസങ്ങൾ നടത്തുന്നത് ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് ശരിക്കും ആരുടെ നിയന്ത്രണത്തിലാണ്? ഇത് അടച്ചുപൂട്ടിയാൽ എന്താണ് സംഭവിക്കുക? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്രപാതകളിലൊന്നാണ് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ്. പേർഷ്യൻ ഗൾഫിലെ ഓയിൽ റിഫൈനറികളിൽ നിന്ന് ലോക വിപണിയിലേക്കുള്ള ഏക സമുദ്രമാർഗമാണിത്. ദിനംപ്രതി ഏകദേശം 2 കോടി ബാരൽ എണ്ണയും പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഈ ഇടുങ്ങിയ കടലിടുക്കിലൂടെ കടന്നുപോകുന്നുണ്ട്. EIA റിപ്പോർട്ട് പ്രകാരം 2023-2025 കാലയളവിൽ ഏകദേശം 20.9 ബില്യൺ ബാരലാണ് ദിനംപ്രതി ഇതുവഴി ഒഴുക്കിയിരുന്നത്. അതായത് ലോകത്തിലെ എണ്ണ ഉപഭോഗത്തിന്റെ 20% വരെ. കൂടാതെ ലോകത്തിലെ കടൽ മാർഗമുള്ള ദ്രവീകൃത പ്രകൃതിവാത വ്യാപാരത്തിന് 1/4 അതിലധികമോ ഇതിലൂടെയാണ് നടക്കുന്നത്. ചൈന, ഇന്ത്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളുടെ ജീവനാഡിയാണ് ഹോർമൂസ്. എന്നാൽ ഈ കടലിടുക്ക് ശരിക്കും ആരുടെ നിയന്ത്രണത്തിലാണ്? ഇറാൻ പറയുന്നത് തങ്ങളുടെ പ്രാദേശിക ജലപരിധിയിലൂടെയാണ് ഭൂരിഭാഗം ഗതാഗതവും കടന്നു പോകുന്നതെന്നാണ്. ഇറാന്റെ വടക്കും ഒമാനിന്റെ തെക്കും ഇടയിലാണ് ഈ കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്. ഹോർമൂസിന്റെ വടക്കൻ തീരം ഇറാന്റെ നിയന്ത്രണത്തിലാണ്. അന്താരാഷ്ട്ര സമുദ്ര നിയമപ്രകാരം ഓരോ തീരദേശ രാഷ്ട്രവും തങ്ങളുടെ തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ വരെ നിയന്ത്രണം ഉറപ്പാക്കുന്നു. ഹോർമൂസ് ഇടുങ്ങിയതായതിനാൽ ഇറാന്റെയും ഒമാന്റെയും ജലപരിധി ഒന്നിച്ചു വരുന്നു. അതിനാൽ ജലപാതയുടെ ഭൂരിഭാഗവും അവരുടെ നിയമപരമായ അധികാര പരിധിയിലാണ് വരുന്നത്. തീരനിയന്ത്രണമുണ്ടെങ്കിലും UN-ന്റെ സമുദ്ര നിയമ കൺവെൻഷൻ പ്രകാരം വാണിജ്യവും സൈനികവുമായ എല്ലാ കപ്പലുകൾക്കും ഇവിടെ തടസ്സമില്ലാതെ കടന്നു പോകാവുന്നതാണ്. ട്രാൻസിറ്റ് പാസേജ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വടക്കൻ തീരം മുഴുവനായും ചില പ്രധാന ദ്വീപുകളും നിയന്ത്രിക്കുന്നത് ഇറാനാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഭാഗം ആവശ്യമെങ്കിൽ തടസ്സപ്പെടുത്താൻ സാധിക്കും. നിയമപരമായി കടലിടുക്ക് ആരുടെയും പൂർണ്ണ ഉടമസ്ഥതയിലല്ല. എല്ലാവർക്കും കടന്നു പോകാനുള്ള അവകാശമുണ്ട്. ഇറാൻ അൺക്ലോസ് ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും ഇത് അംഗീകരിച്ചിട്ടില്ല. 1993 മറൈൻ ലോ പ്രകാരം ഇന്നസെന്റ് പാസേജ് മാത്രമാണ് അനുവദിക്കുക. യുദ്ധക്കപ്പലുകൾക്ക് മുൻകൂർ അനുമതി വേണം. എന്നാൽ ഈ നിയന്ത്രണങ്ങളെ അമേരിക്ക അംഗീകരിക്കുന്നില്ല. ഭൂപ്രകൃതി കാരണം ഇറാനാണ് ഇവിടെ കൂടുതൽ സ്വാധീനം. അതുകൊണ്ട് തന്നെയാണ് ഉപരോധങ്ങളോ സൈനിക നീക്കങ്ങളോ ഉണ്ടായാൽ ഈ പാത അടച്ചുപൂട്ടുമെന്ന് ഇറാൻ പലപ്പോഴും ഭീഷണി മുഴക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ ഇറാന്റെ പക്കലുള്ള ഏറ്റവും വലിയ ആയുധമാണിത്. പൂർണ്ണമായി അടച്ചാൽ അത് അന്താരാഷ്ട്ര നിയമത്തിന്റെ ലംഘനമാകും. കൂടാതെ ലോകത്തിന്റെ എണ്ണ വിതരണത്തെയും സമ്പദ് വ്യവസ്ഥക്കും വലിയ ആഘാതമുണ്ടാക്കും. ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയരും. കപ്പൽ ഗതാഗതം സ്തംഭിക്കുന്നത് വലിയ ഗതാഗത കുരുക്കിനും ചെലവ് വർദ്ധിക്കുന്നതിനും കാരണമാകും. ഹോർമൂസിൽ നടക്കുന്ന ചെറിയൊരു നീക്കം പോലും പെട്രോൾ പമ്പിലെ വിലയെ വരെ സ്വാധീനിക്കാൻ ശേഷിയുള്ളതാണ്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കാൻ അമേരിക്കൻ നാവികസേന ഈ മേഖലയിൽ വൻ സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ട്. സ്മാർട്ട് കൺട്രോൾ ഓഫ് ദി സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് എന്ന പേരിൽ IRGCയുടെ നേതൃത്വത്തിൽ ഇറാൻ സൈനികാഭ്യാസം നടത്തി വരികയാണ്. സൈനിക നീക്കമുണ്ടായാൽ എന്ത് സംഭവിക്കുമെന്ന് സൂചന നൽകുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്.